സോ ക്ലിയർലി നിങ്ങൾക്ക് എൻ്റെ ബോഡി ഫാറ്റും ഫേസ് ഫാറ്റും ഇതിൽ കാണാം. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ലൂസാക്കിയെന്ന്, എൻ്റെ 12 kgs എങ്ങനെ ലൂസാക്കിയെന്ന് കാണാനുള്ള വീഡിയോ ആണിത്. സോ ഡു വാച്ച് ഇറ്റ് ടിൽ ദി എൻഡ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഫാറ്റ് ഷേമിംഗ് വീഡിയോ ഒന്നല്ല, വെയിറ്റ് ലോസ് ആണ്. നിങ്ങളുടെ യു ക്യാൻ ഡു ഇറ്റ് ഫ്രം യുവർ ഹോം. പെട്ടെന്ന് വെയിറ്റ് കൂടി അത് കുറയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ദിസ് മൈക്രോ ഹാബിറ്റ്സ്. ഓക്കെ, ഇത് ആഡ് ചെയ്താൽ തന്നെ നിങ്ങളുടെ പകുതിയോളം വെയിറ്റ് കുറയുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിഷ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വർക്കൗട്ട് ജേർണി അല്ലെങ്കിൽ എൻ്റെ വെയിറ്റ് ലോസ് ജേർണീനെ കുറിച്ചാണ്. ലൈക്ക് ഐ വാസ് 62 kgs a few years back. ഓക്കെ, അപ്പോൾ അത് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് 5 മാസം കൊണ്ട് ഞാൻ 50 kg ആക്കിയത്. ഐ ജസ്റ്റ് ലോസ്റ്റ് 12 kgs ഇൻ ജസ്റ്റ് 5 months. ഓക്കെ, ഞാൻ ഒരു വലിയ ക്രേസി വർക്കൗട്ടോ ക്രേസി ഡയറ്റ് പ്ലാൻസോ ഒന്നുമില്ല. ഞാൻ പോയായിരുന്നു ജിമ്മിൽ, പക്ഷേ ഇറ്റ് വാസന്റ് എ ബിഗ് ഡീൽ. ഓക്കെ, ഇറ്റ് വാസ് ജസ്റ്റ് ഒരു 3 months ഞാൻ ജിമ്മിൽ പോയായിരുന്നു. പിന്നെയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്തത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരും എന്നെ അറിയുന്ന ആൾക്കാരും ഒക്കെ ചോദിച്ചായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ വണ്ണം പെട്ടെന്ന് കുറഞ്ഞു പോയെന്ന്. കുറെ പേര് എന്നെ ചീത്ത പറയും ഞാൻ വണ്ണം കുറച്ചത്, കുറെ പേര് പറയും ഓ നന്നായി വണ്ണം കുറഞ്ഞതൊക്കെ. ബട്ട് എനിക്ക് എന്തായാലും ഹാപ്പിനെസ് ആണ് അതിലുണ്ടായിക്കണേ. എനിക്ക് ഭയങ്കര ടയേർഡും സ്ലഗിഷ്നെസ്സും ഒക്കെ ഞാൻ ഈ വണ്ണം കുറച്ചുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻറ്റും ഉള്ളിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസ് ഒക്കെ അത് വേറെ തന്നെയാണ്. ഈ 12 kgs ഞാൻ എങ്ങനെ കുറച്ചെന്നും എൻ്റെ റൂട്ടീൻസ് എന്താണെന്നും എൻ്റെ ഹാബിറ്റ്സ് എന്താണെന്നും എൻ്റെ ഹാപ്പിനെസ് എന്താണെന്നും, ഐ മീൻ ആഫ്റ്റർ വെയിറ്റ് കുറച്ചതിന് ശേഷം എനിക്ക് എന്താണ് ഫീൽ ചെയ്യണമെന്നും വല്ല ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി വീഡിയോ ആണിത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐ വാസ് ലിറ്ററലി, ഞാൻ മെന്റലി ആയാലും ഫിസിക്കലി ആയാലും ഭയങ്കര ഞാൻ ടയേർഡും എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതൊന്നും പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തിയത് ഫുഡിലൂടെയാണ്. ഞാൻ കുറേ ജങ്ക് ഫുഡ്സും ലൈക്ക് മന്തി, അൽഫാം ഇതൊന്നും ഞാനിപ്പോൾ തൊടാറില്ല, പക്ഷെ അന്ന് ഞാൻ ഇതിൻ്റെ ഒരു വലിയ ഫാനായിരുന്നു. അപ്പം ഇതൊക്കെ കഴിച്ച് 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 ഇതൊക്കെ എൻ്റെ ബോഡിയിൽ വന്ന് ലൈക്ക് ഷുഗർ തിങ്സ്, ഐസ്ക്രീംസ് കുറേ കഴിക്കും. ക്യാമറിൻ്റെ ഐസ്ക്രീമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം അതൊക്കെ ഞാൻ ഒരു ദിവസം തന്നെ ഒരു 5 ചിലപ്പോൾ കഴിച്ചെന്ന് വരും. പിന്നെ കോള കുറേ കുടിക്കും. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഫുഡിലൂടെ ഞാൻ എന്നെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതൊക്കെയാണ് എൻ്റെ 62 എത്താനുള്ള കാരണം. ഞാൻ ഒരു 164 centimeter ഉണ്ട്. സോ 62 ഈസ് ലൈക്ക് നിയർ ടു ഓവർ വെയ്റ്റ്. എൻ്റെ കോളേജിലെ ലൈഫ് സ്റ്റൈൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് പോവും, ഇത് ഞാൻ ഭയങ്കരമായിട്ട് ഓവർ വെയ്റ്റ് ആവും, ശരിയാവില്ല. അപ്പം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റി പിടിക്കാൻ നോക്കി. ഞാൻ ഇതിനെ പറ്റിയൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി, ലൈക്ക് വീഡിയോസും ഡയറ്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവരുടെ വീഡിയോയിൽ ഒടുക്കത്തെ ഡയറ്റ് പ്ലാനും വർക്കൗട്ട് പ്ലാൻസും ഒന്നും എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ അതിന് പകരം വേറെ മെത്തേഡ്സ് തപ്പായിരുന്നു. ഹാർഡ് വർക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും. സോ ഐ വോണ്ട് സ്മാർട്ട് വർക്ക്. എനിക്ക് എപ്പോഴും പഠിക്കാനോ അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് ഇരുന്ന് പെട്ടെന്ന് പഠിക്കാനതാണ് എനിക്ക് ഇഷ്ടം. കുറേ നേരം കുത്തിയിരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതിൻ്റെതായ ഓരോ എക്സ്പെരിമെന്റ്സ് നടത്തി ക്രേസി ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എൻ്റെതായ വർക്കൗട്ട്സ് കണ്ടെത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് അധികം വലിയ എക്സ്ട്രീം ഡയറ്റ്സ് ഒന്നും ഫോളോ ചെയ്യാണ്ട് തന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ സ്റ്റെപ്സ് വെച്ച് ചെയ്യുന്നു. ക്രേസിലി ഐ ഡോണ്ട് നോ, പെട്ടെന്ന് തന്നെ എൻ്റെ വെയിറ്റ് ഒരു 5 months കൊണ്ട് എനിക്ക് കുറഞ്ഞു. സോ വാട്ട് ആർ മൈ ടൈനി സ്റ്റെപ്സ് ദാറ്റ് ഐ ചേഞ്ച്ഡ്? ഫസ്റ്റ് എൻ്റെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് വാസ് സംതിങ് ദാറ്റ് ചേഞ്ച്ഡ് മീ. അപ്പോൾ ഞാൻ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ജിമ്മിന് പോയായിരുന്നു ഇവിടെ അടുത്ത്. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ ലൈക്ക് അവിടെ വെയിറ്റിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്നും വെയിറ്റ് ഒക്കെ നോക്കും. അപ്പം ഞാൻ 62 ആയിരുന്നല്ലോ. പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ജിമ്മിൽ പോയപ്പോൾ തന്നെ ഏകദേശം 60 എത്തി. അപ്പം നമ്മളിത് അതിരാവിലെ നോക്കണേ. അതിരാവിലെ നോക്കുമ്പോൾ നമുക്ക് അത്ര വെയിറ്റ് ഒന്നും തോന്നിക്കില്ല. അപ്പൊ ഞാൻ എന്താ വീട്ടിൽ വന്നിട്ട് ഞാൻ നല്ലോണം ഫുഡ് കഴിക്കും. മറ്റേ പുട്ടും ചിക്കനും അച്ഛൻ കുറെ നല്ല നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി തരും. അപ്പൊ അതൊക്കെ ഇരുന്ന് കഴിക്കും. ഓക്കെ, കഴിച്ച് പിറ്റേ ദിവസം നോക്കുമ്പോഴും ഓക്കെ ഞാൻ 60 നിൽക്കണേ. ഓക്കെ, ഐ എം സേഫ് സോൺ. കാരണം കാലത്ത് എനിക്കും നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ശരിക്കും വെയിറ്റ് കുറയും. ബട്ട് അതിരാവിലെ നോക്കണ വെയിറ്റ് ആയിരിക്കില്ല ഉച്ചയ്ക്ക് നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഞാൻ പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെയിറ്റിംഗ് മെഷീൻ ഓർഡർ ചെയ്തപ്പോൾ എന്താ വന്ന് ഞാൻ എന്നും നോക്കും. അപ്പൊ കാലത്ത് നോക്കി ഓക്കെ സെയിം വെയിറ്റ് 60. ഓക്കെ ഫൈൻ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് ശരിക്കും 62 പോയിന്റ് സംതിങ് ആയി. എന്റെ 62 വെയിറ്റിനെക്കാട്ടും കൂടുതൽ. അപ്പൊ എനിക്ക് മനസ്സിലായി ജിമ്മ് മാത്രം കൊണ്ട് കാര്യമില്ല,
മൈൻഡ്ഫുൾ ഈറ്റിംഗ്. ലൈക്ക് അവിടെ നിന്നാണ് ഞാനിത് കണ്ടുപിടിച്ച മൈൻഡ്ഫുൾ ഈറ്റിംഗ്. എന്ത് കഴിക്കണം കഴിക്കേണ്ട ഞാൻ തീരുമാനിക്കണമെന്ന് ഞാൻ ശരിക്കും പഠിച്ചു. ഫുഡ് വലിയൊരു സംഭവമാണ് വെയിറ്റ് ലോസിൽ. അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി തുടങ്ങി. ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറച്ച് തുടങ്ങി. പിന്നെ ഞാൻ മെയിൻ തിങ് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗിൽ നോക്കിയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ BMR നോക്കി. BMR നോക്കിയപ്പോൾ ലൈക്ക് ഇപ്പൊ തന്നെ BMR 1264 സംതിങ് ആണ്. ഇപ്പോഴും എൻ്റെ BMR ഇതിൽ തന്നെ കാലോറിയിൽ തന്നെ എൻ്റെ ഫുഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എഗ് എത്ര എണ്ണം കഴിക്കണമെങ്കിൽ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കാറുണ്ടായിരുന്നു. കാരണം എൻ്റെ ഗോളായിരുന്നു എനിക്ക് വണ്ണം കുറയ്ക്കണം എന്നുള്ളത്. സോ ഞാൻ സെൽഫ് കോൺഷ്യസ് ആയിട്ട് കഴിക്കാറുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ വാക്കിംഗ് 10K സ്റ്റെപ്സ് ഡെയിലി. ഓക്കെ, ഇത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. എനിക്ക് വലിയ വലിയ വർക്കൗട്ട് ഒന്നും ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്ക് ഭയങ്കര മടിയുള്ള കുട്ടിയാണ്. ബട്ട് എനിക്ക് എന്താ പറയാ, ഈ ട്രെയിനിങ്ങും വർക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് മടിയാണ്. ബട്ട് വാക്കിംഗ് ഈസ് ജസ്റ്റ് അണ്ടർ റേറ്റഡ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നാൽ തന്നെ നമ്മുടെ വെയിറ്റ് കുറയുന്ന വെച്ചാൽ അതല്ലേ എളുപ്പം. അപ്പൊ പിന്നെ ഞാൻ ഞാൻ ജിമ്മിൽ പോയിരുന്ന ടൈമിൽ ജിമ്മിക്ക് നടന്നൊക്കെ പോകാറുണ്ട്. പിന്നെ എനിക്ക് പട്ടിണിയൊക്കെ പേടിയായതുകൊണ്ട് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പൊ ഞാൻ നടന്നാണ് പോകാറുണ്ടായിരുന്നത്. പിന്നെ അതിരാവിലെ എനിക്കുമ്പോൾ പട്ടിണിയൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ അത് നിർത്തി. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാലത്ത് വൈകിട്ടായിട്ട് ഞാൻ 10K സ്റ്റെപ്പ് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കും. ഒരു 5K സ്റ്റെപ്സ് ഞാൻ കാലത്ത് ഫോൺ നോക്കി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി ഞാൻ കംപ്ലീറ്റ് ആക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത 5K സ്റ്റെപ്പ് ഞാൻ ഈവനിങ് ഒരു പാട്ടൊക്കെ കേട്ട് അത് പെട്ടെന്ന് ഇങ്ങോട്ട് നടന്ന് പെട്ടെന്ന് സെറ്റ് ആവും. അതത്ര വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, പെട്ടെന്ന് നടക്കാവുന്നേ ഉള്ളൂ. 10K സ്റ്റെപ്പ് ഈസ് ഈസി ടു കവർ. ഓക്കെ, ഇപ്പൊ ഞാൻ വർക്ക്ഔട്ട് ചെയ്യാത്ത ദിവസങ്ങളാണെങ്കിൽ ചിലപ്പോൾ 15K സ്റ്റെപ്പ് ഒക്കെ ആക്കും. കാരണം ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റൻഷണൽ വർക്ക്ഔട്ട്സും മൂവ്മെന്റ്സും ഒക്കെ ആഡ് ചെയ്ത് തുടങ്ങി. ലൈക്ക് ഞാനൊരു 20 മിനിറ്റ്സിന് ഫസ്റ്റ് തന്നെ ഞാൻ 10 മിനിറ്റ്സിന്റെ എക്സസൈസസും സ്ട്രെച്ചിങ്ങും തുടങ്ങി. പിന്നെ ഞാനത് 20 മിനിറ്റ്സിലേക്ക് ആക്കി. അപ്പൊ എനിക്ക് കൂടുതലും കിടന്നിട്ടുള്ള വർക്ക്ഔട്ട്സിനോട് വലിയ താല്പര്യമില്ല. കാരണം കിടന്നിട്ടുള്ള വർക്ക്ഔട്ട്സ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റാൻഡിങ് വർക്ക്ഔട്ട്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഇത് ആൾക്കാർ തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും. ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല അവിടെ ഇഷ്ടമുള്ളത്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങൾ തന്നെ ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടെത്തണം. നിങ്ങൾക്ക് എന്താണോ ഫുഡ് ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് കഴിച്ചാലാണ് എനർജി കിട്ടണം, എന്ത് കഴിച്ചാലാണ് എനർജി കിട്ടാത്തതെന്നൊക്കെ നമ്മൾ തന്നെ എക്സ്പെരിമെന്റ് ചെയ്യണം. അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് പെട്ടെന്ന് വണ്ണം കുറച്ചതാണ് ഞാൻ. അല്ലാണ്ട് വേറെ ആൾക്കാരുടെ ഡയറ്റ് പ്ലാൻസും ഇതൊന്നും അഡാപ്റ്റ് ചെയ്തിട്ട് കുറഞ്ഞതല്ല ഞാൻ. ഇത് ഞാൻ തന്നെ എക്സ്പെരിമെന്റ് ഓരോന്നും ചെയ്ത് വെയിറ്റ് കൂടുമ്പോൾ ഓക്കെ ഇത് കഴിക്കാൻ പാടില്ല, അതിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കി പിന്നെ നല്ലത് മാത്രം ഫുഡ് കഴിച്ച് കുറച്ചതാണ് ഞാൻ. എൻ്റെ എക്സ്പെരിമെന്റ് കൊണ്ട് കുറച്ചതാണ്. ജിമ്മിൽ പോയ പോലെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്താലും എൻ്റെ കുറഞ്ഞായിരുന്നു. ലൈക്ക് ജിമ്മിൽ പോകുമ്പോൾ ഞാൻ വെയിറ്റ് ട്രെയിനിങ് ഉണ്ടായിരുന്നു, അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഡംബിൾസ് ഒക്കെ മേടിച്ച് എന്നെ കൊണ്ട് പറ്റാവുന്നത് പൊക്കിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ മിക്കതും വീട്ടിലിരുന്ന് ഇരിക്കണ ഗേൾസും ബോയ്സ് ഒക്കെ അവർക്ക് ടൈമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും എഫക്റ്റ് ആവുക. ഇപ്പൊ നിങ്ങൾക്ക് ജിമ്മിൽ പോയിട്ട് ടൈം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബട്ട് മെയിൻലി നിങ്ങൾ ഫുഡിനെ കുറിച്ച് കുറച്ചുകൂടി നോളേജ് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുക. അല്ലാണ്ട് ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം നിങ്ങൾ വെയിറ്റ് കുറയുന്ന എനിക്ക് തോന്നിക്കണല്ലേ. പിന്നെ മെയിൻ കാര്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ക്വിറ്റിംഗ് ഷുഗർ ആൻഡ് ഫാസ്റ്റ് ഫുഡ്. ഇതാണ് ഏറ്റവും പാട് എനിക്ക്. കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കോളയും മന്തിയും ഐസ്ക്രീമും ഒക്കെ എനിക്ക് ഇഷ്ടമാവും. ബട്ട് ഇതെനിക്ക് ക്വിറ്റ് ചെയ്തേ പറ്റൂ. കാരണം ഷുഗർ ഈസ് പോയ്സൺ, റൈറ്റ്? അപ്പോൾ എനിക്ക് കുറെ ഡബിൾ ചിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറെ വീഡിയോസിൽ കണ്ടായിരുന്നു ഷുഗർ കുറച്ചപ്പോൾ തന്നെ ആൾക്കാരുടെ ഡബിൾ ചിന്നും വെയിറ്റിലൊക്കെ ഫേസ് ഫാറ്റിലൊക്കെ ഭയങ്കര ഡിഫറൻസ് വന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാനൊരു ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ യെസ് ഇറ്റ് വർക്ക്ഡ്. ഓക്കെ, ബട്ട് എനിക്ക് കേക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. എന്നാലും ഞാൻ ഇതൊക്കെ ഡിച്ച് ചെയ്തു ബിക്കോസ് ഐ വോണ്ട് ടു ലൂസ് വെയിറ്റ്. അതിനാണ് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറയാം. ഫോർ സം റീസൺസ് ഐ ജസ്റ്റ് വാണ്ട് ടു ലൂസ് വെയിറ്റ്. ഐ വാസ് സോ ഡിറ്റർമൈൻഡ്. ഐ ഡോണ്ട് നോ വൈ. അപ്പൊ ആ ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് വന്നാൽ മാത്രമാണ് നിങ്ങൾ ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇമ്പോർട്ടൻസ് തോന്നിച്ചില്ലെങ്കിൽ നമ്മളൊന്നും ഒരു കാര്യം ചെയ്യാൻ പോകണില്ല. നമ്മളൊരു റൂട്ടീനിൽ ഒരു 6 months ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ അഥവാ കേക്കോ ഷുഗറോ ഒക്കെ കഴിച്ചാലും വെയിറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഫ്ലക്ച്വേറ്റ് ആവില്ല. അത് വീണ്ടും ബാക്ക് ടു നോർമൽ ആവും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാനിപ്പോ ഷുഗർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വീക്കെൻഡ്സിൽ പാരൻസിന്റെ കൂടെ അല്ലെങ്കിൽ ഒക്കെ പോകുമ്പോൾ ഞാൻ കൂടുതലും ഓക്കെ ആണ്. അത്രയും വലിയ ഡിഫറൻസ് ഒന്നും എൻ്റെ വെയിറ്റിലൊന്നും കാണാനില്ല.
ഇറ്റ്സ് ലൈക്ക് നോർമൽ, ബാക്ക് ടു നോർമൽ ആവും. ഓക്കെ, ഫസ്റ്റ് ഒന്ന് കൂടും, പിന്നെ ബാക്ക് ടു നോർമൽ ആവും. പിന്നെ സ്കെയിൽസിലൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം, നമ്മൾ എങ്ങനെയാണ് ഹെൽത്തി ആണ്, നമുക്ക് എനർജറ്റിക്കലി പെർഫോം ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. സ്കെയിൽസിൽ ഒബ്സസ്ഡ് ആവുന്നത് വെറുതെയാണ്. ഞാനിപ്പോൾ ഈ നമ്പേഴ്സൊക്കെ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ സോ ദാറ്റ് ഇപ്പം നിങ്ങൾക്കതൊരു നോളജ് കിട്ടാനാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് നോക്കി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് സ്കെയിൽ ഇത്രയ്ക്ക് ഒബ്സസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി കൊണ്ടു നടക്കാനൊക്കെ പറ്റാവുന്ന രീതിക്കുള്ള ഫുഡും എക്സസൈസസും ഒക്കെ ചെയ്താൽ മതി. മെയിൻലി ഷുഗറും ഫാസ്റ്റ് ഫുഡും ഒക്കെ ഞാൻ ഡിച്ച് ചെയ്തപ്പോൾ ലൈക്ക് ഒട്ടും കഴിക്കാണ്ടായപ്പോൾ തന്നെ എൻ്റെ പകുതിയോളം വെയിറ്റ് അതിൽ നിന്നാണ് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം അത് നിർത്തിയപ്പോൾ തന്നെ പെട്ടെന്ന് ഞാൻ പെട്ടെന്നാണ് അത് കുറഞ്ഞത്. ഇപ്പോൾ റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെയിറ്റ് കുറച്ചതിന് ശേഷമുള്ള ഞാനും വെയിറ്റ് ഉള്ളപ്പോൾ ഞാനും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല. ലൈക്ക് മൈൻഡ് സെറ്റ് ഞാൻ കോളേജിലുള്ള പോലെ അല്ല ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ലിറ്ററലി ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ കുറേ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. It's not only physically but also mentally. So there are lots of difference between what I was then and what I am now. ഞാൻ വെയിറ്റ് കുറച്ചുകൊണ്ട് പോകുന്ന സംഭവമൊന്നുമല്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, എനിക്ക് നമുക്ക് ഓരോ ബോഡിയിൽ ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഏത് സൈഡിലാണ് കൂടുതൽ. ഇപ്പം ചിലർ കുറേ ഫുഡ് കഴിച്ചാലും ചിലപ്പോൾ വണ്ണം വെക്കണം എന്നില്ല. ചിലർ കുറേ ഫുഡ് കഴിച്ചാൽ വണ്ണം വെക്കും പെട്ടെന്ന്. ഇത്തിരി കഴിച്ചാൽ മതി വണ്ണം വെക്കും പെട്ടെന്ന്. അപ്പൊ പിന്നെ ആ ഇത്തിരി കഴിച്ചാൽ മതി വണ്ണം വെക്കും പറയണേല് പെടുന്നതാണ് ഞാൻ. ഓക്കെ, ഇങ്ങനെ കളിയാക്കാറുണ്ട് എന്നെ തന്നെ. ലൈക്ക് ഞാൻ ഇങ്ങനെ ശ്വാസം വലിച്ചാലും അത് ഞാൻ വണ്ണം വെക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ കളിയാക്കാറുണ്ട്. അപ്പൊ പിന്നെ അതിലൊന്നും വിളിക്കാറില്ല. ബട്ട് എനിക്ക് വെയിറ്റ് കുറയ്ക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. കാരണം ഐ ആം ഫ്രം ദ ചബിയർ സൈഡ്. അപ്പൊ എനിക്ക് എത്ര വെയിറ്റ് കുറഞ്ഞാലും ഞാൻ ശരിക്കും എനിക്ക് ഫ്ലഷ് ഉണ്ടാവും എപ്പോഴും. അതെൻ്റെ ഒരു ബോഡി ടൈപ്പാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നല്ലത് മാത്രമല്ല അക്സെപ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ പൊട്ട കാര്യങ്ങളും ഒക്കെ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെതായ ബോഡിയും എൻ്റെ ഫേസിലെ ഓരോ സ്ട്രക്ചറും എൻ്റെ ഓരോ കാര്യങ്ങളും എൻ്റെ മുടിയും ഒക്കെ ഞാൻ അതിനെ കുറ്റം പറയാണ്ട് ഞാൻ അതിനെ ഓക്കെ ഇതിങ്ങനെയാണ്, ഇറ്റ്സ് ഓക്കെ, ഇത് കേടാണ്, ബട്ട് സ്റ്റിൽ ഐ ലവ് ദാറ്റ്. അങ്ങനത്തെ ഒരു രീതിക്ക് വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ബോഡീനെ ലവ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഒരു ഓക്കെ ഐ ലവ് മൈ ബോഡി ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ചേഞ്ച് ഇറ്റ്, അങ്ങനെ വേണം പറയാനായിട്ട്. അല്ലാണ്ട് ഓക്കെ ഐ ഹേറ്റ് ദിസ്, എനിക്കിത് ഇഷ്ടമല്ല, എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോ ചെയ്യണേലും എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് റിസൾട്ട്സ് ഉണ്ടാവും. എനിക്കെപ്പോഴും ഓക്കെ ഐ ഗെറ്റ് ദ സെയിം ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾ, ബട്ട് എന്നെ പെട്ടെന്ന് കാണുന്നവർക്ക് ഓക്കെ വണ്ണം കുറഞ്ഞപ്പോൾ മനസ്സിലാവുന്നില്ല എന്നൊക്കെ എൻ്റെ കോളേജിലെ സാറുമാരും ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഐ ജസ്റ്റ് സ്മൈൽ, ഐ ജസ്റ്റ് ലാഫ് ഇറ്റ് ഔട്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിക്കുന്നില്ല. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വെയിറ്റ് ലോസ് ജേർണീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതൊരു ഫാറ്റ് ഷേമിങ്ങോ ഒന്നും ആയിട്ടുള്ള വീഡിയോസ് അല്ല. ഇഫ് I heard in some way, I'm sorry for that, but this is not a fat shaming video. I just want you to know that. നിങ്ങൾക്ക് ഞാനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പോലെ നിങ്ങൾക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടി അത് കുറയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആഡ് ദിസ് മൈക്രോ ഹാബിറ്റ്സ്. ഓക്കെ, ഇത് ആഡ് ചെയ്താൽ തന്നെ നിങ്ങളുടെ പകുതിയോളം വെയിറ്റ് കുറയുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. സോ യു ഹാവ് ടു ആഡ് ദ സ്റ്റെപ്സ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അല്ലാണ്ട് ഇതൊരു ഫാറ്റ് ഷേമിങ് വീഡിയോ അല്ലെങ്കിൽ ഫാറ്റിന് ഞാൻ ഓക്കെ ഫാറ്റ് ആവാൻ പാടില്ല എന്നൊന്നും പറയണില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഫുഡ് കുറെ കഴിക്കണമെന്ന് വെച്ചാൽ യു ഈറ്റ് ഇറ്റ്. ഓക്കെ, ഐ ആം നോട്ട് ടെല്ലിങ് യു ദാറ്റ് യു കാൺട്ട് ഈറ്റ് ഓർ സംതിങ്. നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുക. ബട്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം ഉണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ഓൾ ദ സ്റ്റെപ്സ്. ലൈഫിൽ മൂവ്മെന്റ്സ് ആഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ 10K സ്റ്റെപ്സ് ഇറ്റ്സ് ഈസി ടു ഡു. മൂവ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ 10K സ്റ്റെപ്സ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പതുക്കെ വണ്ണം കുറയ്ക്കാവുന്നുള്ളൂ. അപ്പം ഇത്രേ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഈസിയാണ്. അല്ലാണ്ട് വലിയ പോയിട്ട് ജിമ്മിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ഒന്നും വെയിറ്റ് ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് യു വോണ്ട് മസിൽ ആൻഡ് ഓൾ സ്ട്രെങ്ത് ഒക്കെ ചെയ്യണം, നിങ്ങൾക്ക് സ്ട്രെങ്ത് വേണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ടു ഗോ ജിം. ബട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ എയിം എങ്കിൽ you can do it from your home. But if you want strength, yes, you have to go to gym. Gym പോയോണ്ട് കാര്യമില്ല. You have to focus on your food. If you have any more ideas and if I
forget something, do comment on the YouTube. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ, you can ask freely on my Instagram. You can message me. So bye. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.